ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന PSC എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. ക്രെസ്കോഗ്രാഫ് എന്ന ഉപഗ്രഹം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്ര ബോസ്. ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്ര ബോസ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 പ്രദേശങ്ങളിൽ നിന്നുമുള്ള കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം നടന്നതെവിടെ? ഒറ്റപ്പാലം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 പ്രദേശങ്ങളിൽ നിന്നുമുള്ള കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം നടന്നതെവിടെ? ഒറ്റപ്പാലം. പാലിയം സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാര്? സി കേശവൻ. പാലിയം സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാര്? സി കേശവൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പൊന്നാനി താലൂക്കിൽ നടത്തിയ ജനഹിത പരിശോധനയുടെ ചുമതല വഹിച്ചതാര്? സി രാജഗോപാലാചാരി. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പൊന്നാനി താലൂക്കിൽ നടത്തിയ ജനഹിത പരിശോധനയുടെ ചുമതല വഹിച്ചതാര്? സി രാജഗോപാലാചാരി. ഹിതകാരിണി സമാജം ആരംഭിച്ചതാര്? വീരേശലിംഗം. ഹിതകാരിണി സമാജം ആരംഭിച്ചതാര്? വീരേശലിംഗം. സമ്പർക്ക പ്രക്രിയ ഏത് രാസവസ്തുവിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്? സൾഫ്യൂരിക് ആസിഡ്. സമ്പർക്ക പ്രക്രിയ ഏത് രാസവസ്തുവിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്? സൾഫ്യൂരിക് ആസിഡ്. ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്? ഫ്ലിന്റ് ഗ്ലാസ്. ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്? ഫ്ലിന്റ് ഗ്ലാസ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആര്? ഗ്യാനി സെയിൽ സിംഗ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആര്? ഗ്യാനി സെയിൽ സിംഗ്. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. ഏത് തടാകത്തിന്റെ തീരത്താണ് വൈക്കം? വേമ്പനാട്ടുകായൽ. ഏത് തടാകത്തിന്റെ തീരത്താണ് വൈക്കം? വേമ്പനാട്ടുകായൽ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിന്റെ വേളയിൽ സമാധി സപ്തക എന്ന കൃതി രചിച്ചതാര്? പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിന്റെ വേളയിൽ സമാധി സപ്തകം എന്ന കൃതി രചിച്ചതാര്? പണ്ഡിറ്റ് കറുപ്പൻ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത്? ചിത്തിര തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത്? ചിത്തിര തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഇടമലക്കുടി. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? മഞ്ഞ. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? മഞ്ഞ. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ആനി ബസന്റ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? രവീന്ദ്രനാഥ ടാഗോർ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ്. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ആനമുടി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? മിന്നുമണി. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? 2019. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഖാരിഫ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? താലോലം.
18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? താലോലം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101. എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിനാണ് അക്കിത്തം അർഹനായത്? 55. എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിനാണ് അക്കിത്തം അർഹനായത്? 55. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ജർമ്മനി. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ജർമ്മനി. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007. ഫ്ലാഗ് കോഡ് പ്രകാരം ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം? 9. ഫ്ലാഗ് കോഡ് പ്രകാരം ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം? 9. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര? ആരവല്ലി. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര? ആരവല്ലി. കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് സാധാരണമായി അറിയപ്പെടുന്നത്? ബ്ലീച്ചിങ് പൗഡർ. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് സാധാരണമായി അറിയപ്പെടുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷമേത്? 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷമേത്? 1986. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ്? ജവഹർലാൽ നെഹ്റു. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1955. ഇന്ത്യയിൽ പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1955. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുന്ന ഏക വിദേശ ഭാഷ ഏത്? നേപ്പാളി. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുന്ന ഏക വിദേശ ഭാഷ ഏതാണ്? നേപ്പാളി. ഏത് സംഘടനയുടെ മുഖപത്രമായിരുന്നു സർവീസ്? NSS. ഏത് സംഘടനയുടെ മുഖപത്രമായിരുന്നു സർവീസ്? NSS. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂഭാഗമേത്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂഭാഗമേത്? ഇടനാട്. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടി മേഖലയിലെ ഏത് പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത്? കൊടുങ്ങരപ്പള്ളം പുഴ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടി മേഖലയിലെ ഏത് പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത്? കൊടുങ്ങരപ്പള്ളം പുഴ. അനുച്ഛേദം 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തെയാണ് മാതൃകയാക്കിയത്? ജർമ്മനി. അനുച്ഛേദം 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തെയാണ് മാതൃകയാക്കിയത്? ജർമ്മനി. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? കെ കേളപ്പൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്? കൊൽക്കത്ത ഹൈക്കോടതി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്? കൊൽക്കത്ത ഹൈക്കോടതി. പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പാക്കിയ വൈസ്രോയി ആര്? ലിട്ടൻ പ്രഭു. പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പാക്കിയ വൈസ്രോയി ആര്? ലിട്ടൻ പ്രഭു. നന്നായി പഠിക്കുക.